എന്ന് വിചാരിച്ചു. കൂട്ടത്തിലെ ഇസൂട്ടനെ ഒരാനയും കാണിക്കാം. അങ്ങനെ കാറെടുത്ത് നേരെ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് വിട്ടു. മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ. ഒരു 1/2 hour ഡ്രൈവൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല മഴയത്ത് നല്ല രസത്തിലിങ്ങനെ പോകാം, പാട്ടൊക്കെ കേട്ട്. ആനയെ കാണാനിരിക്കുന്ന ദേ ഈ ഒരാൾ നല്ല ഉറക്കത്തിൽ. പിന്നെ ഞാൻ പാട്ടൊക്കെ ഇട്ട് കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ സെൽഫായിട്ടൊരു വൈബ് എടുത്തു. അങ്ങനെ ചായക്കട തപ്പി ചായക്കടയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ടെത്തി. വീട്ടിൽ പോയിട്ട് ചായ ഇട്ട് കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ സേഫായിട്ട് വീട്ടിലോട്ടൊക്കെ എത്തി. കാറൊക്കെ ഓഫ് ചെയ്ത് സത്യം പറഞ്ഞാൽ വലിയൊരു ഡ്രൈവ് എടുത്തത് പോലും അറിഞ്ഞില്ല. ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നുണ്ട്. പിന്നെ വീടെത്തുമ്പോൾ എപ്പോഴും ഒരു സന്തോഷം. ഇവിടെ ഒരാളാണെങ്കിലോ കാറിൽ നിന്ന് ഇറങ്ങാനേ കൂട്ടാക്കുന്നില്ല. ബും പോകാമെന്നൊന്ന് അങ്ങനെ തന്നെ ഇരിക്കുന്നു. വീട്ടിൽ ചെന്നൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഫോറസ്റ്റിലെ ഒരു ചായക്കടയിൽ ചായ ഇല്ലെങ്കിലും ചുമ്മാ ഇതുപോലത്തെ കർമൂറ് സ്നാക്സ് മേടിച്ച് ഏത് കഴിക്കണം എന്ന് ആലോചിച്ച് ലാസ്റ്റ് പപ്പടവട തന്നെ സെലക്ട് ചെയ്തു. പക്ഷേ ഈ നാട്ടിൽ ഇതിൻ്റെ വേറൊരു പേരാട്ടാണ് പറയുന്നത്. ഞാൻ മൂവാറ്റുപുഴക്കാരിയെ പപ്പടവട എന്നാണ് പറയുന്നത്. ഇവിടെ ഒരാളത് പൊടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കിട്ട് തരാത്തതിൻ്റെ കംപ്ലൈൻറ്റാണ്. അവസാനം ഞാൻ അത് കൊടുത്തു നിവർത്തി ഇട്ടിട്ട്. തരാത്തതിൻ്റെ ആദ്യത്തെ കാണുന്നത്. പിന്നെ നമ്മുടെ അടുത്തൊരു കഫേ കോർണർ എന്നൊരു കഫേ ഉണ്ട്. അവിടെ നിന്നൊരു ചീസ് മോമോസും കൂടെ ഓർഡർ ചെയ്തു. അവർ വിളിച്ചു, നല്ല പുതിയൊരു മോമോസ് വന്നിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് എടുത്തു. കൂടെ റോബിൻഹുഡ് സിനിമയും പഴയ സിനിമയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും ഒരു വൈബാണ്. മാത്രമല്ല നല്ല മോമോസും കൂടെ ആയിരുന്നു കേട്ടോ. പിന്നെന്താ കൂട്ടത്തിൽ അവരുടെ ഒരു ചിക്കൻ ലോഡഡ് ഫ്രൈസും കൂടെ എടുത്തു. സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞെങ്കിലും സിനിമ കണ്ടിരുന്ന് അങ്ങനെ കഴിച്ചു. പക്ഷെ എൻ്റെ പാർട്ട്ണർ കൂടില്ലാത്തതിന് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അവൻ്റെ കൂടെ കുറച്ച് നേരം പോയിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ എല്ലാ ടോയ്സിനും ഇപ്പോൾ കിസ് ചെയ്യണം, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനോടുള്ള സ്നേഹപ്രകടനം. എന്തോ പാർട്ട്ണർ ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിങ്ങും എല്ലാം കൂടെ ഇട്ട് പിന്നെ അവനായിട്ടുള്ള കുറച്ച് ടൈം അങ്ങ് എടുത്തു. എപ്പോഴും അവൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേക സ്നേഹമാട്ടോ അവൻ എപ്പോഴും. മാത്രമല്ല അവൻ്റെ അബ്ബായെ കാണാത്തതിൻ്റെ സങ്കടവും അവനുണ്ട്. നാളെ അബ്ബ വരുന്ന ത്രില്ലിലും കൂടെയാണ്. കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കിടന്നു തുടങ്ങി. സോ ഇറ്റ് വാസ് എ വെരി ഹാപ്പി ആൻഡ് റിലാക്സിങ് ഡേ. അപ്പോൾ ഇത്രേ ഉള്ളൂ.